ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി എല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങാണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണിത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി അടച്ചു വെച്ച് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. ഞാൻ അല്പം എണ്ണയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും സ്റ്റൗവ് സിമ്മിലിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. കരിഞ്ഞു പോകാതെ നോക്കണം. വീണ്ടും നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.